ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മൈദയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്താനുള്ളതാണ്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. ഈ പരുവത്തിനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഹാർഡായി പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നേരെ ഒരു ക്യാരറ്റ് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തു. ക്യാബേജ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി വളരെ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചേ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണേ. ഇനി ഇതിലോട്ട് വേണ്ടത് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അത് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചതിലേക്ക് എടുത്ത് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സോയാ സോസ് ഒരു 1.5 സ്പൂണോളം സോയാ സോസ് കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നമ്മുടെ നേരത്തെ പൊടി കുഴച്ച് വെച്ചിരിക്കുന്നതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ തിന്നായിട്ടായിരിക്കണം പരത്തുന്നത്. നമുക്ക് ചപ്പാത്തി കുറച്ച് കട്ടിയായിട്ടല്ലേ, അപ്പോൾ അത്രയും വേണ്ട, തിന്നായിരിക്കണം. നല്ല തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ ഷേപ്പ് ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, ഓൾറെഡി നമ്മൾ റൗണ്ടായിട്ട് എടുക്കുന്നതാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ റൗണ്ടായിട്ട് എടുക്കുന്നത്. ചെറുത് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മളിത് എടുക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ വട്ടം വെച്ച് റൗണ്ട് ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുക്കാവേ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എടുത്തിട്ട് ഇഡലിത്തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തൂകി അതിലേക്കാണ് നമ്മളിത് വെക്കുന്നത്. നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്ന അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സംഭവം എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഏകദേശമൊക്കെ മൊമോസിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. എന്തുവാണേലും ഞാനിത് നേരെ അപ്പച്ചമ്പിലോട്ട് വെച്ച് ആവി കയറ്റാനായിട്ട് പോവുകയാണേ. ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാവേ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വലിയ പാടൊന്നുമില്ല കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ സോസ് ഞാൻ ഓൾറെഡി വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഉണ്ടാക്കാവേ, വേറൊരു ദിവസം ഇടാം. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ടാറ്റാ.